ഈ രൂപത്തിൽ എന്നിട്ട് എന്താ പ്രശ്നം? പ്രശ്നം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങളാണ്. അതിൽ നമ്മൾ ഇടപെട്ടു എന്നുള്ളതാണ്. ചെങ്ങാതിമാരെ, ഞങ്ങൾക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷമായി കാര്യങ്ങളെ വിലയിരുത്തി അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തെളിവ് സഹിതം കിട്ടിയത് ഞങ്ങൾക്ക് പറഞ്ഞൂടെ? ഞങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരല്ലേ മാണിക്കക്കല്യാണെ? അത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് ഞങ്ങൾക്കില്ലേ? അത് നമ്മൾ പറയുമ്പോ നമ്മൾക്ക് നേരം കണ്ട് കുരച്ച് ചാടുക. ഹൈ പ്രഷറാ. നല്ല നിഷ്പക്ഷവേ, ഇപ്പൊ ഇവരുടെ മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന പ്രശ്നത്തില് എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരുവിധം മാന്യതയും വിവരവും വിവേകമുള്ളവരൊക്കെ പറഞ്ഞത് എന്താ? ആ പറഞ്ഞത് എ.പി. ഉസ്താദിന്റെ ഇടപെടൽ മൂലമാണ്. ഉസ്താദിനെ അതിൽ ബന്ധപ്പെടുത്തി കൊടുത്ത ആളുകൾ തന്നെ പറഞ്ഞു. അതിൽ മീതം ഞെത്താൻ കഴിയേ? ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഉസ്താദ് നിങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞ് ഇടപെട്ടതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളും ഇടപെടുന്ന മുമ്പുണ്ടായ സംഭവങ്ങളൊക്കെ വളരെ വ്യക്തമായി ഈ പറഞ്ഞ ആളുകൾ, ഉസ്താദിനെ ഏൽപ്പിച്ച ആളുകൾ തന്നെ ഇവിടെ പറഞ്ഞിരിക്കേ ഓര് പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് എന്ത് നിഷ്പക്ഷതയോ? ഇവിടുത്തെ സംഘികളെ കൂടെ കൂടിക്കാണ്ട് അതാ നിഷ്പക്ഷത? ഇജി പറഞ്ഞ തെളിവും സംഘികൾ പറഞ്ഞ തെളിവും ഒരേ തെളിവ്. അപ്പൊ ആ സാമുവൽ ജെറോൺ എന്ന കഴിഞ്ഞല്ലോ, ആ ചങ്ങായി പറഞ്ഞതും കുരുവട്ടികൾ പറഞ്ഞു ഒരേപോലെ. ഓനാണെങ്കിൽ ലോക കള്ളനാ. ഓൻ കള്ളനാളുകളിൽ തെളിഞ്ഞിപ്പോ ഓൻ ഇത്ര കാലം ആ ഇത് വെച്ചിക്കാണ്ട് ഇങ്ങനെ മുതലെടുപ്പ് നടത്തിക്കാണ്ട് ഓൻ പറഞ്ഞപ്പോ തെളിവ് അല്ലേ? അൻവർ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ പറയേണ്ടിരുന്നു അതിൽപ്പെട്ട ഒരാളാണ് ആര്? ആ സാമുവൽ ജെറോൺ. അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെയും പല സംഘികളുണ്ട്. ആ സംഘികളൊപ്പം കൂടി ഇവിടുത്തെ പൊതുസമൂഹം മൊത്തം രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലയിലുള്ള സർവ്വാളുകളും പാണക്കാട് സാദിഖലി ശാബ്ദങ്ങളടക്കം, ഈ സാദിഖലി ശാബ്ദങ്ങൾക്ക് നിഷ്പക്ഷത മനസ്സിലായില്ലേ? ചോദിക്കട്ടെ, മൊയ്‌ലവി ശാബ്ദങ്ങളടക്കം പാണക്കാട് സയ്യിദന്മാരടക്കം നിങ്ങൾ ആൾക്കാരാണല്ലോ. നിങ്ങൾ പൊരിച്ച മശായിഖന്മാരെ കാവലും ഹിഫ്ലും ഹിമായത്തും ഒക്കെ ഉണ്ട്. ഒൽക്ക് ഓല തണലിലാണ് പാണക്കാട് കുടുംബം പോകേണ്ടത്. ആ സാദിഖലി തങ്ങളടക്കം, ആ തങ്ങൾക്കടക്കം മനസ്സിലായി. എന്നാ തങ്ങളോടെങ്കിലും ഒന്ന് പറപ്പിക്കണ്ടേ കയ്യേ? തങ്ങളെങ്ങനെ അങ്ങനെ പറയരുത്. തങ്ങളെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ ഇത് ശരിയല്ല, ഇതിങ്ങനെയാണെന്ന് പാണക്കാട് പോയി പറയും. ഒന്നുകൂടി വെക്കാതെ പാണക്കാട്ടേക്ക്. എന്നിട്ട് തങ്ങളെ കൊണ്ട് പറപ്പിച്ചാൽ ഒന്നുകൂടി ഇത് കിട്ടും, മെജോറിറ്റി കിട്ടും. മനസ്സിലായോ? പാണക്കാടൊക്കെ 2-3 കൊല്ലം മുമ്പ് പോയിട്ടുണ്ട്, ഒരു സുക്കും സംഭവിച്ചിട്ടില്ല. മനസ്സിലായോ? അതിന്റെ വീഡിയോസ് നമ്മുടെ അടുത്തുണ്ട്, ഇന്ത്യ അടുത്തുണ്ട് അതിന്റെ വീഡിയോസ്. ഈ പെണ്ണിന്റെ അമ്മയും കുട്ടിയും കൂടി പാണക്കാട് പോയി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഉണ്ടല്ലേ? വേണം ഞാൻ കാണിച്ചത്. അതിലെന്താ പറയണ്ടായി? ഒരു ചുക്കുണ്ടായിട്ടില്ല. മനസ്സിലായോ? അത് നോക്കറോ, പരിശോധിച്ചാൽ കിട്ടൂലേ? അതടക്കട്ടെ. അയച്ചിട്ട് ഞങ്ങൾ മോശം എന്നല്ല നമ്മൾ പറഞ്ഞു. ഇവിടുത്തെ എല്ലാ ആളുകൾക്കും മനസ്സിലായി. ഇപ്പൊ അവർക്കൊന്നും മനസ്സിലാകാത്തൊരു വിശ്വസത നിങ്ങൾക്ക് ഒന്ന് കിട്ടി. ഇവിടുത്തെ ഒരാൾക്കും മനസ്സിലാകാത്ത തെളിവുകളെ നിങ്ങൾക്ക് ഒന്ന് കിട്ടി. ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ പുറത്തുവിട്ട സംഗതികളിലൊക്കെ ഉള്ളത് എന്താ? എ.പി. ഉസ്താദാണ് അല്ലേ? അവിടെ ഇടപെടുന്നവരും ഇവിടെ ഇടപെടുന്നവരും ഉസ്താദിനെ ഇടപെടാൻ ആവശ്യപ്പെട്ടവരും സർവ്വം വാർത്താ ചാനലുകൾ അടക്കം, ഇവിടെ മാത്രമല്ല യമനിലടക്കം. മനസ്സിലായോ? അവിടുത്തെ പത്രങ്ങൾ വരെ സർവ്വം പുറത്തുവിട്ടൊരു സംഗതിയെ പിന്നെ അതിനെ അടച്ചാക്ഷേപിച്ച് അതിനെതിരെ പ്രസംഗിച്ച് പച്ചക്കള്ളം പ്രചരിപ്പിക്കുമ്പോൾ പറയാ വെക്കുവോ? ചെറുപ്പം പറഞ്ഞാൽ നോക്കിയാൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ? ഞങ്ങൾക്ക് നോക്കിയിട്ടൊന്നും കാര്യം ചങ്ങായി. നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം? നിങ്ങൾ ഇവിടുത്തെ പൗരന്മാരാണോ എന്നുള്ള സംശയം. അപ്പം മനസ്സിലായി? നിങ്ങൾ ഇവിടെ വലിഞ്ഞു കയറി വന്നുകാണ്ട് ഇവിടുത്തെ പാകിസ്ഥാനോ മറ്റേ ഏതെങ്കിലും തീവ്രവാദികൾ ചാരന്മാരാണോ എന്നുള്ളത് സംശയിക്കണം. മുസ്ലിം ചാരന്മാരുണ്ടല്ലോ, മുസ്ലിങ്ങളെ കൊടുക്കുന്ന കുറെ ചാരന്മാരുണ്ടല്ലോ ഈ ചാരപ്പണി എടുക്കണേ. ആ വർഗത്തിൽപ്പെട്ടവരാണോ എന്നുള്ളപ്പോൾ സംശയിക്കേണ്ടത്. ചിയാക്കള ചാരന്മാർ, മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന ചാരന്മാർ, ശത്രുക്കൾക്ക് ആ ചാരപ്പണിയിൽ എടുക്കണ്ടേ? അപ്പൊ നോക്കിയല്ലേ എല്ലായിടത്തും കൊണ്ട് കിട്ടി, വള്ളം മറച്ച് പൊതുസമൂഹം മൊത്തം കൈകാര്യം ചെയ്തു, സാധാരണക്കാർ വരെ. അപ്പൊ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ? ഞങ്ങൾ ഇവിടുത്തെ പൗരന്മാരല്ലേ? ആര് ഓർമ്മ ചെയ്യുന്നോ?